നമസ്കാരം. പാചകവാതക വിതരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരാതികളുണ്ടോ? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ 2000 എന്ന നിയമപ്രകാരമാണ് പാചകവാതക വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉപഭോക്താവ് ഏജൻസിയിൽ പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും LPG സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ്. ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധികം വാങ്ങുവാൻ പാടുള്ളതല്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ സിലിണ്ടർ എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉപഭോക്താവിൽ നിന്ന് പ്രത്യേക അനുമതി അതിനുവേണ്ടി ഏജൻസി നിർബന്ധമായി എഴുതി വാങ്ങിയിരിക്കണം. സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം. ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം അറിയിക്കുവാൻ ഏജൻസി ബാധ്യസ്ഥനാണ്. തന്നില്ലെങ്കിൽ ഉപഭോക്താവിന് സിലിണ്ടർ തിരസ്കരിക്കാം. തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജിയിൽ പരാതി കൊടുക്കാവുന്നതാണ്. ക്ലോസ് 8 പ്രകാരം ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസി കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ കൊടുക്കുന്ന സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ലഭിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. അതായത് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുത്താൽ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റ് ആയി നൽകുവാൻ ഗ്യാസ് ഏജൻസി നിർബന്ധിതരാണ്. ക്ലോസ് 3-4 ഷെഡ്യൂൾ 1 പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ വസ്തുക്കളും ഏജൻസികളിൽ നിന്ന് വാങ്ങിപ്പിക്കരുത്. ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ കീഴിലുള്ളവയായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ മേലെ ശിക്ഷാ നടപടികൾ എടുക്കുന്നതിന് പൂർണ്ണ അധികാരമില്ല. ഗ്യാസ് ഏജൻസികൾക്ക് എതിരായി താലൂക്ക് സപ്ലൈ ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ എന്നിവർക്ക് ലഭിക്കുന്ന പരാതികൾ നടപടിയെടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് അവർ ചെയ്യുന്നത്. വീടുകളിൽ സിലിണ്ടറുകൾ എത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് MRP ബില്ലിലുള്ളത്. അതിനാൽ ബില്ലിലുള്ളതിനേക്കാൾ കൂടുതൽ തുക നൽകേണ്ടതില്ല. ഡെലിവറി ചാർജ് പ്രത്യേകമായി കൊടുക്കേണ്ടതില്ല. അതുൾപ്പെടെയുള്ള തുകയാണ് MRP. സിലിണ്ടർ ഡെലിവറിക്കാർ അധിക പണം ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല. വിവരം ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ്. കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്നത് തെറ്റിദ്ധാരണ മാത്രമാണ്. എണ്ണക്കമ്പനിക്ക് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ലെങ്കിൽ ഉപഭോക്താവ് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കേണ്ടതാണ്. ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ്. ഈ നോട്ടീസ് അയക്കുന്നതോടൊപ്പം തന്നെ ഒരു പരാതി എഴുതി കളക്ടർക്കും അയക്കാം. കളക്ടർക്ക് എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് പ്രകാരം ഈ കാര്യത്തിൽ ഇടപെടാം. എന്നിട്ടും യാതൊരുവിധ നടപടികളും ആയില്ലെങ്കിൽ ഉപഭോക്താവിന് ഉപഭോക്തൃ പരിഹാര കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിലുണ്ട്. പാചകവാതക ഏജൻസി നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇനി മുതൽ തീർച്ചയായും പ്രതികരിക്കണം. നന്ദി.